മുനമ്പം 414 രാപ്പകലുകൾ, 610 കുടുംബങ്ങൾ. ഇന്ത്യയിലെ ജനാധിപത്യ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മതാധിഷ്ഠിത വഖഫ് നിയമം കയ്യേറിയ സ്വന്തം മണ്ണ് തിരിച്ചുപിടിക്കാൻ പോരാടിയ രക്തരഹിത വിപ്ലവകാരികൾ ഒടുവിൽ സ്വന്തം വസ്തുപ്രമാണങ്ങളിൽ ചുംബിച്ചിരിക്കുന്നു. പ്രീണന രാഷ്ട്രീയത്തിന്റെ മുഖംമൂടികൾ വലിച്ചുകീറിയ മുനമ്പം സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതിനു പിന്നാലെ ഭൂനികുതി അടയ്ക്കാൻ യഥാർത്ഥ ഉടമകൾക്ക് കഴിഞ്ഞതോടെയാണ് സമരം അവസാനിപ്പിക്കുന്നത്. ഇന്ന് 3-ന് മുനമ്പം വേളാങ്കണ്ണി മാതാപള്ളിയിലെ സമരപന്തലിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുമ്പോൾ മുനമ്പം നിവാസികളെ അധിനിവേശ നിയമത്തിനും അതിന്റെ മതമൗലികവാദ രാഷ്ട്രീയ കമ്പനി ഭരണത്തിനുമെതിരെ നിങ്ങൾ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കാനും ഒറ്റുകാരെ തുറന്നു കാണിക്കാനും നടത്തിയ മാധ്യമ പ്രവർത്തനത്തിൽ ദീപികയും അഭിമാനിക്കുന്നു. മറക്കേണ്ട, കരിനിയമത്തിന്റെ കാവൽക്കാർ ഉറങ്ങില്ല. കരമടച്ചത് തുടക്കമാണ്. നിങ്ങളുടെ വിയർപ്പ് മണക്കുന്ന നിയമരേഖകളെല്ലാം സകല റവന്യൂ അവകാശങ്ങളും ഉറപ്പാക്കുവോളം ജാഗ്രത തുടരാം. മതേതരത്വം വിജയിക്കട്ടെ. 2024 ഒക്ടോബർ 13-നാണ് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച സ്വന്തം ഭൂമിക്ക് വേണ്ടി മുനമ്പം ജനത അനിശ്ചിതകാല റിലേ നിരാഹാര സമരം തുടങ്ങിയത്. മുനമ്പം ചെറായി പ്രദേശത്തെ 610 കുടുംബങ്ങളാണ് തങ്ങളുടെ ഭൂമിക്കുവേൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചതോടെ കുടിയിറക്കു ഭീഷണിയിലായത്. കരമടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള റവന്യൂ അവകാശങ്ങളെല്ലാം അവർക്ക് നിഷേധിക്കപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ നിരാഹാരമിരുന്നതോടെ സമരം ദേശീയ ശ്രദ്ധയിലാകുകയും രാജ്യത്തൊട്ടാകെ പത്രങ്ങളും ചാനലുകളും വിഷയം റിപ്പോർട്ട് ചെയ്യുകയും ചർച്ചയാകുകയും ചെയ്തു. പക്ഷെ പരിഹാരം എളുപ്പമായിരുന്നില്ല. അതിന്റെ കുരുക്കുകൾ വിചിത്ര വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന വഖഫ് നിയമത്തിലായിരുന്നു. 1954-ലാണ് വഖഫ് നിയമം പാസാക്കിയത്. കോൺഗ്രസ് സർക്കാർ 1995-ൽ വരുത്തിയ ഭേദഗതിയിലെ 40-ാം അനുച്ഛേദന പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം. ഇടപെടാൻ ഹൈക്കോടതിക്ക് പോലും പരിമിതമായ അധികാരമേ ഉള്ളൂ. പരാതിക്കാർ വഖഫ് ട്രൈബ്യൂണലുകളെയാണ് സമീപിക്കേണ്ടത്. അതാകട്ടെ രാജ്യത്തെ മറ്റ് നിയമ സംവിധാനങ്ങൾ പോലെ സുതാര്യമോ പക്ഷാപാതരഹിതമോ വസ്തുനിഷ്ഠമോ അല്ല. ഇതിനു പുറമെ ബോർഡിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും ബിനാമികളെ പോലെ രംഗത്ത് വന്ന വഖഫ് സംരക്ഷണ വേദി പോലുള്ളവയുടെ നിഴൽ യുദ്ധവും സജീവമായി. പക്ഷെ മുനമ്പംകാർക്ക് ഇത് സമരമായിരുന്നില്ല, ജീവിക്കണോ വേണ്ടയോ എന്ന ചോദ്യമായിരുന്നു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള വഖഫ് ബോർഡിന്റേതായി നിലവിൽ 8.7 ലക്ഷം വസ്തുവകകളിലായി ഏകദേശം 1.2 ലക്ഷം കോടി രൂപ വില വരുന്ന 9.4 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. പലതും കേസിലാണ്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുച്ചെന്തുറ ഗ്രാമം പോലും വഖഫാണെന്ന വാർത്തകൾ രാജ്യത്തെ നടുക്കി. പക്ഷെ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരുടെ സമരം രാജ്യത്തെ വഖഫ് ഇരകൾക്ക് പ്രതീക്ഷയായി. 1 വർഷത്തോളം കേരള രാഷ്ട്രീയം മുനമ്പത്ത് നങ്കൂരമിട്ടു. മുനമ്പംകാർക്കൊപ്പമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് LDF-ഉം UDF-ഉം യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിനൊപ്പം വേട്ടയിലായിരുന്നു. മുനമ്പത്ത് കണ്ണീരൊഴുക്കിയവർ നിയമസഭയിലും പാർലമെന്റിലും നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തിനു വേണ്ടി വിയർപ്പൊഴുക്കി. അതേസമയം കയ്യേറ്റ വകുപ്പുകൾ ഉൾപ്പെടെ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ LDF-ഉം UDF-ഉം എതിർത്തു. കയ്യേറ്റ വകുപ്പുകൾ ഒഴിവാക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. പക്ഷെ BJP സർക്കാർ ഭേദഗതി പാസാക്കി. നിർഭാഗ്യവശാൽ അതിൽ മുനമ്പം പ്രശ്നത്തിനുള്ള പരിഹാരമോ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമോ ഇല്ലായിരുന്നു എന്നത് നിരാശയ്ക്കിടയാക്കി. എങ്കിലും ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് അപമാനവും മുസ്ലിങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾക്ക് ശാപവുമായിരുന്ന വഖഫ് നിയമത്തിൽ വരുത്തിയ ഭേദഗതി NDA ഭരണത്തിന്റെ മതേതര സംഭാവനയായി തന്നെ വിലയിരുത്തപ്പെടും. മതേതരത്വത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഇസ്ലാമിക നിയമ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയവരുടെ പിന്തുണയിൽ 140 ഹർജികൾ സുപ്രീം കോടതിയിലെത്തി. പക്ഷേ മുനമ്പത്ത് ഭൂമി തട്ടിയെടുക്കാൻ സഹായിച്ച 40-ാം വകുപ്പിന്റെ ഭേദഗതി ഉൾപ്പെടെയുള്ളവ കോടതി റദ്ദാക്കാതിരുന്നത് മതേതര നാട്യക്കാർക്ക് തിരിച്ചടിയായി. വീണ്ടും നിരാശയുടെ കടൽക്കാറ്റ് വീശുന്നതിനിടെയാണ് കഴിഞ്ഞ മാസം മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്നും വഖഫ് ബോർഡിന്റേത് ഭൂമി തട്ടിയെടുക്കാനുള്ള തന്ത്രമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. 1950-ലെ ആധാരപ്രകാരം മുഹമ്മദ് സിദ്ദിഖ് സേഠ് കോഴിക്കോട് ഫറൂഖ് കോളേജിന് ഇഷ്ടദാനമായി നൽകിയതാണ് ഭൂമി. അത് തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ വഖഫ് അല്ലാതായി മാറിയെന്നും വഖഫ് ട്രൈബ്യൂണലിൽ കേസ് തുടരുന്നതിനാലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഉത്തരവിടാത്തതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുനമ്പംകാർക്ക് കരമടയ്ക്കാൻ അനുമതി ലഭിച്ചത്. മറ്റെല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് സമരം അവസാനിപ്പിക്കുന്നത്. പന്തലിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചാലും വീട്ടിലെ ജാഗ്രത അവസാനിപ്പിക്കാനാകില്ല. ഭേദഗതിക്ക് മുമ്പുണ്ടായിരുന്ന വഖഫ് നിയമം ജനാധിപത്യ വിരുദ്ധമാണ്. മതേതര രാഷ്ട്രീയത്തിന്റെ കടക്കൽ വെച്ച കോടാലിയാണ്. മതമൗലികവാദികളും പ്രീണന രാഷ്ട്രീയക്കാരുമല്ലാത്ത എല്ലാവരും അതിനെതിരെ ജാഗ്രത പാലിക്കണം. നാളെയും ദീപിക മുനമ്പത്തെ മനുഷ്യർക്കൊപ്പമുണ്ടാകും. നിരാഹാര സമരം തുടങ്ങുന്നതിന്റെ തലേമാസം തന്നെ മുനമ്പത്തെത്തിയ വഖഫ് ബോർഡിന്റെ ബുൾഡോസറിനെ കുറിച്ച് ദീപിക മുഖപ്രസംഗവും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു.
പിന്നീട് 17 മുഖപ്രസംഗങ്ങളും വിദഗ്ധരെഴുതിയ ലേഖനങ്ങളും മുനമ്പം നീതിയുടെ നിലവിളി എന്ന സൂചികയോടെ വാർത്തകളും യഥാസമയം നൽകി. മുനമ്പംകാരുടേത് അധിനിവേശത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമാണ്, സാമ്രാജ്യത്വമല്ല, മതപ്രീണനമാണ് ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. മുനമ്പം പൂർണ്ണ സ്വരാജിന്റെ കൊടി ഉയർത്തുവോളം ദീപികയും ഒപ്പം ഉണ്ടാകും. മുനമ്പം സൈനികരെ അഭിവാദ്യങ്ങൾ.